ഹലോ ഗായ്സ്, അപ്പോൾ പത്തരമാറ്റിൽ നിങ്ങൾ മിക്കവരും കണ്ടിട്ടുള്ള ഒരു വീടാണിത്. ഈ വീട് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതായത് ഒരു പഴയൊരു തറവാട്. ഞാൻ ഈ വീട്ടിൻ്റെ വീഡിയോ എടുക്കാൻ കാരണം തന്നെ ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 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 പഴയൊരു തറവാടാണ്. പത്തരമാറ്റ് സീരിയലിൽ ഇടയ്ക്കിടെ ഈ വീട് കാണിക്കാറുണ്ട്. ഇതാരുടെ വീടാണെന്ന് നിങ്ങൾക്ക് ഓർത്താൽ കിട്ടും. ഇതിന് രണ്ട് എൻട്രൻസാണുള്ളത്. ഒന്ന് ഇപ്പോൾ കണ്ട എൻട്രൻസ്, അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഇതേപോലുള്ളൊരു സ്ഥലമാണുള്ളത്. അവിടെ നിന്ന് വന്ന് രണ്ടാമത്തെ ഇതുവഴി പോയി കഴിഞ്ഞാൽ അടുത്ത് ശരിയായ മുൻവശത്തെത്തും. അവിടെ നൈനൂസ് എന്തോ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകുകയാണ്. എവിടെ നോക്കിയാലും ഇവിടെ ചെറിയ ചെറിയ നല്ല നല്ല മരങ്ങളാണ്. പേരയ്ക്ക ആയിക്കഴിഞ്ഞാലും അതുപോലുള്ള എല്ലാ മരങ്ങളും ചെടികളും ഇവിടെ ഒരുപാട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഇത് വരുന്നത് തിരുവനന്തപുരത്ത് ഭയങ്കര ഉള്ളോട്ടാണ് ഈ വീട്. ഈ വീടിനടുത്തൊന്നും വേറൊരു വീടൊന്നും കണ്ടില്ല. ഭയങ്കര ഉൾവശത്താണ് കണ്ടത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് ഒരു പഴയ വീടിൻ്റെ നമ്മുടെ നാലുകെട്ട് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെയുള്ള സ്ഥലത്താണ്. ഇവിടെയും ഓണത്തിൻ്റെ പൂവിടേണ്ട പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നാലുകെട്ട്, ഇതാണ് നാലുകെട്ട്. നമ്മൾ വളരെ പഴയ തറവാട്ടിന് നാലുകെട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഈ പത്തായം, പണ്ടത്തെ ആൾക്കാർ അരിയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന പത്തായം അവിടെ കാണാൻ പറ്റി. അവിടുത്തെ അടുക്കളയിലുണ്ടായിരുന്നു പത്തായം. അപ്പോൾ അതും കണ്ടു. ഇപ്പോൾ യൂസ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിനോട് ചേർന്നിട്ടാണ് അടുക്കളയും കാര്യങ്ങളൊക്കെ. ഇവിടെയുള്ള എല്ലാ സ്ഥലത്തും ഭയങ്കര കൊത്തുപണിയും പിന്നെ പഴയ ചുമർ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൊത്തുപണി എന്നൊക്കെ പറഞ്ഞാൽ വീടിൻ്റെ വാതിലൊക്കെ കാണണം. എന്ത് രസമാണെന്നറിയോ കൊത്തുപണി. ഒരുപാട് നല്ല 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 സൂപ്പറായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീടിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതേത് വീടാണെന്ന്. പഴയ ലോക്കൊക്കെ പോയി, അതുകൊണ്ട് തന്നെ പുതിയ ലോക്കും കൂടി ഡോറിനൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനം എത്തുന്നത് പിറകുവശത്താണ്. പിറകുവശത്ത് അടുക്കളയുടെ ബാക്ക് സൈഡായിട്ട് ഇവിടെയും അതുപോലെ തന്നെ നല്ല ഒരുപാട് ഫ്രീ സ്ഥലമുണ്ട്. പിന്നെ ഈ വീട്ടിൽ നല്ല അടിപൊളി ഒരു ഗപ്പിക്കുളമുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത്ര വൃത്തിയൊന്നും ഇല്ലെങ്കിലും കൂടി ഒരുപാട് ഗപ്പി, നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റാണ് ഗപ്പി ഫിഷ്. അത് കണ്ടു. അതൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ മുറ്റത്ത് പൂക്കളൊക്കെ സെറ്റാക്കിയിരുന്നു. പൂക്കൾ സെറ്റാക്കിയാൽ മാത്രമല്ല, നൈനൂസിൻ്റെ ഫോട്ടോഷൂട്ടും തുടങ്ങിയിരുന്നു. ഫോട്ടോസിൻ്റെ മുമ്പിലൊക്കെ വെച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീട്ടിലെ നമ്മുടെ വിശേഷങ്ങൾ.